أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا جاءوا قال أكذبتم بآياتي ولم تحيطوا بها علما أم ماذا كنتم تعملون ووقع القول عليهم بما ظلموا فهم لا ينطقون ألم يروا أنا جعلنا الليل ليسكنوا فيه والنهار مبصرا إن في ذلك لآيات لقوم يؤمنون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1294 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 84 മുതൽ 86 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹത്താ ഇദാ ജാഊ ഖാല കദ്ദബ്തും ബിആയാതി വലം തുഹീതു ബിഹാ ഇൽമാ അമ്മാദാ കുൻതും തഅമലൂൻ ووقع القول عليهم بما ظلموا فهم لا ينطقون ألم يروا أنا جعلنا الليل ليسكنوا فيه والنهار مبصرا إن في ذلك لآيات لقوم يؤمنون صدق الله العلي العظيم. سورة النمل 84 മുതൽ 86 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ വായിച്ച യൗമ നഹ്ശുറു മിൻ കുല്ലി ഉമ്മത്തിൻ ഫൗജൻ എന്ന് തുടങ്ങുന്ന ആയത്തുമായി ബന്ധമുള്ള അതിന്റെ തുടർച്ചയായിട്ടുള്ള ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആശയപരമായിട്ട് ഈ 83-ാമത്തെ ആയത്തുമായിട്ട് ചേർന്ന് കിടക്കുന്ന അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ഭാഗമാണിത്. അവസാനത്തെ ന്യായവും പൂർത്തീകരിച്ചതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അവർക്കായുള്ള അവരുടെ മേലുള്ള ദൈവിക നടപടിയുടെ കാര്യത്തിലുള്ള ദൈവിക കൽപ്പന വന്നു കഴിഞ്ഞാൽ അവർക്കായി ഭൂമിയിൽ നിന്ന് നാം ഒരു ജന്തുവിനെ പുറത്തു കൊണ്ടുവരും. തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബി ആയാത്തിനാ ലാ യൂഖിനൂൻ. ആ ജന്തു ദാബത്തും മിനൽ അർള് അവരോട് സംസാരിക്കുന്നത് ഈ ഒരു കാര്യം ഊന്നിക്കൊണ്ടായിരിക്കും. അന്നന്നാസ കാനൂ ബി ആയാത്തിന ലാ യൂഖിനൂൻ. നിശ്ചയമായിട്ടും ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢബോധ്യമില്ലാത്തവരായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന കാര്യം. വിശ്വാസപരമായ ദാർഢ്യത അവർ കൈവരിച്ചിട്ടില്ല ജനങ്ങളിൽ അധിക പേരും എന്ന കാര്യമാണ് ഈ ദാബത്തും മിനൽ അർള് അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. അത് വളരെ വ്യത്യസ്തതയുള്ളൊരു നാളിലാണ് സംഭവിക്കാനിരിക്കുന്നത്. വയൗമ നഹ്ശുറു മിൻ കുല്ലി ഉമ്മത്തിൻ. അതിനെ തുടർന്ന് എല്ലാ സമൂഹങ്ങളിൽ നിന്നുമായിട്ട് ഒരു ഫൗജിനെ, ഒരു സംഘത്തെ, മിമ്മൻ യുകദ്ദിബു ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കൊണ്ടിരുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഓരോ ഫൗജിനെ, ഓരോ സംഘങ്ങളെ നാം ഒരുമിച്ച് കൂട്ടുകയും അവരെ വ്യത്യസ്ത തരങ്ങളാക്കി വേർതിരിച്ച് സംഘങ്ങളാക്കി തിരിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു തുടർന്നുണ്ടാകാൻ പോകുന്ന കാര്യം
വെളിപ്പെടുത്തുകയാണ്. അവസാന ഘട്ടത്തിൽ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കുന്നതിന്റെ മുമ്പായി ഓരോ വ്യക്തിയും അള്ളാഹുവിന്റെ റിസാലത്ത് ദൈവികമായി പ്രവാചകന്മാർ മുഖേന പകർന്നു നൽകപ്പെട്ടിട്ടുള്ള സന്ദേശം അത് അറിയാനും കാണാനും കേൾക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളവരാണ് എന്നത് ഉറപ്പുവരുത്തുന്ന വിധത്തില് ഒരു പ്രതിഭാസം അരങ്ങേറും എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹുവിന്റെ നടപടി ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് മനുഷ്യരുടെ കാര്യത്തിലുള്ള അള്ളാഹുവിന്റെ നടപടിക്കായിട്ടുള്ള കൽപ്പന ഉണ്ടാകുന്നതിന് മുമ്പായി ദാബത്തും മിനൽ അർള് എഴുന്നള്ളിക്കപ്പെടുകയും അത് ഓരോരുത്തരെയും ഈ കാര്യത്തെക്കുറിച്ച് ബോധമുള്ളവരാക്കി മാറ്റുകയും ചെയ്യും. അവരോട് സംസാരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. എന്തായിരിക്കും ദാബത്തും മിനൽ അർള് എന്നത് കൃത്യമായിട്ട് പറയാൻ നമുക്ക് കഴിയുകയില്ല. പക്ഷെ അത് നിർവഹിക്കുന്ന ദൗത്യം എന്തായിരിക്കും എന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ട് അള്ളാഹു പറയുകയും ചെയ്തിട്ടുണ്ട്. തുകല്ലിമുഹും, അത് ജനങ്ങളോട് സംസാരിക്കുന്നു. അന്നന്നാസ കാനൂ ബി ആയാത്തിനാ ലാ യൂഖിനൂൻ, ജനങ്ങൾ നമ്മുടെ വളരെ വ്യക്തതയുള്ള ദൈവിക പ്രതിഭാസങ്ങളായ ആയാത്തുകളുടെ കാര്യത്തിൽ ദൃഢബോധ്യം കാണിക്കാത്തവരായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന കാര്യം, വിശ്വാസപരമായ ദൗർബല്യമുള്ളവരാണ് അവര് എന്ന കാര്യമാണ് ജനങ്ങളെ ദാബത്തും മിനൽ അർള് ഉണർത്തുക എന്ന കാര്യം ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഏതു വിധത്തിലാണ് ദാബത്തും മിനൽ അർളിന്റെ പ്രവർത്തനം അള്ളാഹു നടപ്പിലാക്കുക എന്നത് നമുക്ക് അനുമാനിക്കാനോ അല്ലെങ്കിൽ ഭാവനയിൽ കാണാനോ ഒക്കെ മാത്രമേ സാധിക്കുകയുള്ളൂ. നിലവിൽ അത്രയേ അതിന് സാധ്യതയുള്ളൂ. അതിന്റെ ചില സാധ്യതകൾ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതൊന്നും കൃത്യമായിട്ടുള്ള ഒരു പ്രവചനമോ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയോ ചെയ്യുകയല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ച ദൗത്യം ഈ കാലഘട്ടത്തില് ആ ദൗത്യത്തിൽ അടങ്ങിയിട്ടുള്ള സന്ദേശം എല്ലാവരുടെയും കാതുകളിലേക്ക്, എല്ലാവരുടെയും ദൃഷ്ടികളിലേക്ക്, എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നിലവില് ചില സംവിധാനങ്ങളൊക്കെ പ്രവർത്തനക്ഷമമായിട്ടുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ അത് എത്രത്തോളം അങ്ങനെ ഈ സംഘങ്ങളൊക്കെയും തന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഉമ്മത്തിൽ നിന്നും ഓരോ ഫൗജിനെ അള്ളാഹു പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞല്ലോ മുകളിലായത്തിൽ. അങ്ങനെ അവരെല്ലാവരും എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും അവർ വന്നു ചേർന്ന് കഴിഞ്ഞാൽ അള്ളാഹു അവരോടായിട്ട് ചോദിക്കും, അകദ്ദബ്തും ബിആയാതി, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ നിഷേധിച്ചു കളയുകയായിരുന്നു. വലം തുഹീതു ബിഹാ ഇൽമ, അത് വേണ്ട വിധം മനസ്സിലാക്കുക പോലും ചെയ്യാതെ കണ്ട്. ഇതാണ് അള്ളാഹു അവരോട് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ ആയാത്തുകളെ നിഷേധിച്ചു കളഞ്ഞ ആളുകൾ അവരുടെ കണ്ണുകളും കാതുകളും ഹൃദയങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ ആയാത്തുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിന് പകരം അവയെയൊക്കെ പ്രവർത്തനരഹിതമാക്കി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ആയാത്തുകളെ നിർലജ്ജം തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ഒക്കെയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ പെട്ട ഓരോ സംഘത്തെയാണ് എല്ലാ സമുദായങ്ങളിൽ നിന്നുമായിട്ട് അള്ളാഹു ഹാജരാക്കിയിരിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ അള്ളാഹു അവരോടായിട്ട് ചോദിക്കുന്നത്, അകദ്ദബ്തും ബിആയാതി, നമ്മുടെ ആയാത്തുകളെ നിങ്ങൾ തള്ളിക്കളഞ്ഞോ? നമ്മുടെ ആയാത്തുകളെ നിങ്ങൾ നിഷേധിക്കുകയായിരുന്നു, കളവാക്കുകയായിരുന്നു. വലം തുഹീതു ബിഹാ ഇൽമ, അവയുടെ കാര്യത്തിൽ വേണ്ട അറിവ് പോലും നിങ്ങൾ നേടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവ വേണ്ട വിധത്തില് മനസ്സിലാക്കാൻ പോലും സാധിക്കാതെ തന്നെ, വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനുള്ള ശ്രമം പോലും നടത്താതെ തന്നെ നിങ്ങൾ അവയെ തള്ളിക്കളയുകയായിരുന്നു, നിഷേധിച്ചു കളയുകയായിരുന്നു.
ഇതിലടങ്ങിയിരിക്കുന്ന വളരെ വ്യക്തമായ ഒരു സൂചന ദൈവിക ദൃഷ്ടാന്തങ്ങളെ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ട് അത് അസ്വീകാര്യമാണ്, അത് നമുക്ക് ഉൾക്കൊള്ളാൻ കൊള്ളുന്നതല്ല, യുക്തിരഹിതമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് തള്ളിക്കളഞ്ഞ കാര്യമല്ല. മറിച്ച് കാര്യങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുക പോലും ചെയ്യാതെയാണ് ഇവര് നിഷേധിച്ചിരിക്കുന്നത് എന്നതാണ് അള്ളാഹു അവരോട് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അക്കദ്ദബ്തുംബി ആയാത്തി, നിങ്ങളൊക്കെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, എന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയായിരുന്നു. എന്നിട്ട് വലം തുഹീതു ബിഹാ ഇൽമ, അവയെ വേണ്ട വിധത്തില് മനസ്സിലാക്കാൻ പോലും വൈജ്ഞാനികമായി അവയെ ഉൾക്കൊള്ളാൻ പോലും നിങ്ങൾ വേണ്ട ശ്രമങ്ങൾ നടത്താതെ. അഹാത്ത ബിഹി എന്ന് അറബി ഭാഷയിൽ അഹാത്ത ബിഹി ഇൽമ എന്ന് പറഞ്ഞാൽ ജ്ഞാനപരമായി അതിനെ വലയം ചെയ്തു എന്നാണ്. മുഹീത്ത് എന്നാണ് സമുദ്രത്തിന് അറബി ഭാഷയിലുള്ള പേര്. മുഹീത്ത്, ബഹർ എന്ന പോലെ തന്നെയുള്ള വേറൊരു പേരാണ് മുഹീത്ത്. എല്ലാ ഭാഗത്തു നിന്നുമായിട്ട് അങ്ങ് വളഞ്ഞുകൂടുന്ന എന്ന അർത്ഥമാണ് അതിനുള്ളത്. അഹാത്ത എന്ന് പറഞ്ഞാൽ പൊതിയുക, വളഞ്ഞുകൂട്ടുക എന്നൊക്കെയാണ്, വലയം ചെയ്യുക, ഇതൊക്കെയാണ് അതിന്റെ സൂചന. അപ്പൊ ജ്ഞാനപരമായി ഒരു സംഗതിയെ എല്ലാ ആംഗിളിൽ നിന്നും നിങ്ങൾ വലയം ചെയ്യുന്നതിന് മുമ്പായി തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ വൈജ്ഞാനിക സാധ്യതകൾ വെച്ചുകൊണ്ടും നിങ്ങൾ അതിനെ ഉൾക്കൊള്ളാൻ വേണ്ട ശ്രമം നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ കളവാക്കി തള്ളുകയായിരുന്നു എന്നാണ് ഈ നിഷേധികളോട്, അല്ലെങ്കിൽ നിഷേധികളായ ആളുകളിൽ നിന്ന് അള്ളാഹു പുറത്തു കൊണ്ടുവന്നിട്ടുള്ള സംഘങ്ങളോടായിട്ട് ചോദിക്കുന്ന കാര്യം. അകദ്ദബ്തും ബിആയാതി വലം തുഹീതു ബിഹാ ഇൽമ അമ്മാദാ കുൻതും തഅമലൂൻ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് തുടർന്ന് അള്ളാഹു അവരോട് ചോദിക്കുന്നത്. നിങ്ങൾ ഈ ആയാത്തുകള്, ദൈവിക ദൃഷ്ടാന്തങ്ങള് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു സംഗതിയല്ല. മനനം ചെയ്യേണ്ടതും വളരെ ആഴത്തിലുള്ള ചിന്ത അപ്ലൈ ചെയ്തുകൊണ്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടതുമായ പ്രതിഭാസങ്ങളാണ് ദൈവിക ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത്. അവയെ ലാഘവത്തോടുകൂടി നിസ്സാരമായി കണ്ട് വളരെ ലളിതമായി നോക്കിക്കണ്ടുകൊണ്ട് അവയെ നിഷേധിക്കുക എന്നത് ഒരിക്കലും തന്നെ ബുദ്ധിപരമായ ദൈക്ഷണികമായ കഴിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പാടുള്ള ഒരു കാര്യമല്ല, സാധ്യതയുള്ള ഒരു സംഗതിയല്ല. എന്നാൽ ആളുകള് വളരെ നിസ്സാരമായിട്ട് ദൈവിക ദൃഷ്ടാന്തങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവയെ തള്ളിക്കളയുകയാണ്, അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള ശ്രമം പോലും നടത്താതെ. അമ്മാദാ കുൻതും തഅമലൂൻ, അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശ്രമം നിങ്ങൾ നടത്തിയില്ല. അവയെ പ്രത്യക്ഷത്തിലുള്ള ഒരു നോട്ടം നോക്കി അങ്ങ് നിങ്ങൾ നിഷേധിച്ച് തള്ളി. എന്നിട്ടോ നിങ്ങൾ എന്തായിരുന്നു വേറെ ചെയ്തുകൊണ്ടിരുന്നത് എന്നതാണ് അള്ളാഹുയോട് ഉന്നയിക്കുന്ന ചോദ്യം. ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന വളരെ പ്രൗഢഗംഭീരമായ ഒരു ആശയമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് തന്നെ ദൈവിക ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊള്ളാനുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. അമ്മാദാ കുൻതും തഅമലൂൻ, ഇതല്ലെങ്കിൽ പിന്നെ എന്ത് കുന്തമായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ് ആ പ്രയോഗം. അമ്മാദാ കുൻതും തഅമലൂൻ, ഇതല്ലെങ്കിൽ ദൈവിക ദൃഷ്ടാന്തങ്ങള് ഉൾക്കൊള്ളാൻ വേണ്ട വളരെ ഗഹനമായ ശ്രമം നടത്തുകയായിരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നതാണ് ചോദ്യം. ആത്യന്തികമായിട്ട് മനുഷ്യജീവിതത്തിന്റെ ദൗത്യം, മനുഷ്യജീവിതത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആയാത്തുകളെ ഉൾക്കൊള്ളുക എന്ന പ്രയത്നം നടത്തുക എന്നതാണ്. അസംഖ്യം ആയാത്തുകളാണ് അള്ളാഹുവിടെ ഈ പ്രപഞ്ചത്തിൽ വിന്യസിപ്പിച്ചിട്ടുള്ളത്. ദൈവിക വെളിപ്പാടുകളിലൂടെ നമുക്ക്
എത്തിച്ചു തന്നിട്ടുള്ള അവന്റെ സൂക്തങ്ങളും അവയോട് ചേർത്ത് വെക്കാനായിട്ടുണ്ട്. ഇത് രണ്ടും ചേരുമ്പോ ഈ പ്രപഞ്ചത്തിന്റെ അതിവിസ്മയകരമായ നിഗൂഢതകളെ മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കുന്നു എന്നതാണ് വസ്തുത. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ ദൈവിക സൂക്തങ്ങളുമായി ചേർത്ത് വായിച്ചുകൊണ്ടാണ് ഉൾക്കൊള്ളേണ്ടത്, തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ശാസ്ത്രാന്വേഷണവും ഗവേഷണങ്ങളുമൊക്കെ ഈ ഒരു പ്രക്രിയയിലൂടെയാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്ന് ചുരുക്കം. അള്ളാഹുവിന്റെ ആയാത്തുകളെ, ദൈവിക സൂക്തങ്ങളെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് മനുഷ്യൻ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നവനായിട്ട് മാറുക. അതല്ലെങ്കിൽ ലക്ഷ്യരഹിതമായ കണ്ടെത്തലുകളുടെയും അറിവ് ഉൽപാദനത്തിന്റെയും ഒരു പ്രക്രിയയിൽ മാത്രമായിരിക്കും അവരുണ്ടാവുക. അത് ഏറ്റവും അപകടകരമായ ഒരു പ്രക്രിയയാണ് താൻ. നമുക്കറിയാം, കഴിഞ്ഞ നൂറ്റാണ്ടില് 2 ലോകയുദ്ധങ്ങളോടൊക്കെ അനുബന്ധിച്ച് മനുഷ്യര് കണ്ടെത്തിയിട്ടുള്ള, മനുഷ്യര് സ്വായത്തമാക്കിയിട്ടുള്ള പല സംഗതികളും അത് മനുഷ്യരാശിക്ക് തന്നെ, വിശേഷിച്ച് ആറ്റം ബോംബ് പോലെയുള്ള സംഗതികൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ വലിയ വെല്ലുവിളി ഉയർത്തുകയുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. അത്തരം വെല്ലുവിളികൾ ഉയർത്തുന്ന വിധത്തിലുള്ള കണ്ടെത്തലുകളും അതുപോലെ സാങ്കേതിക മുന്നേറ്റവും മനുഷ്യൻ ആർജിക്കുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ ദർശനം ഇല്ലാത്ത വിധത്തില്, ഒരു കാഴ്ചപ്പാട് പ്രപഞ്ചത്തെക്കുറിച്ചില്ലാതെ, താനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം എന്താണ്, തനിക്ക് ആരോടാണ് പ്രതിബദ്ധത വേണ്ടത് തുടങ്ങിയ കാര്യത്തില് ഒരു വ്യക്തത ഇല്ലാതെയാണ് അങ്ങനെയുള്ള ശാസ്ത്രീയ മുന്നേറ്റം മനുഷ്യർ നടത്തുന്നതെങ്കിൽ അത് വലിയ വിനാശങ്ങൾ വരുത്തും എന്നതിന് നമുക്ക് പ്രത്യേകിച്ച് തെളിവൊന്നും ആവശ്യമില്ല. ചരിത്രം നിറയെ അത്തരം തെളിവുകളാണുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു അന്വേഷണം പോലും പ്രസക്തമല്ലാത്ത വിധത്തില് നമ്മുടെ മുന്നിൽ ചരിത്രം തുറന്നു കിടക്കുകയാണ്. അപ്പൊ അള്ളാഹുവിടെ ചോദിക്കുന്ന ചോദ്യം, അള്ളാഹുവിന്റെ ആയാത്തുകളെ ഉൾക്കൊള്ളാനുള്ള പരിശ്രമം നിർവഹിക്കുക എന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നതാണ്. വളരെ ഗഹനമായ ആഴത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു ചോദ്യമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് തേടുന്ന കാര്യം അവന്റെ ആയാത്തുകളെ ശ്രദ്ധാപൂർവം വിലയിരുത്തി മനസ്സിലാക്കി മനനം ചെയ്ത് ദൈക്ഷണിക പ്രക്രിയക്ക് വിധേയമാക്കി അവയെ ആഴത്തില് അതിന്റെ സൂചനകളെ വായിച്ചെടുത്ത് ഉൾക്കൊള്ളുക എന്നതാണ്. അങ്ങനെ ഒരു സംഗതി ചെയ്യുമ്പോ ഒരാള് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമ്രശിരസ്കരായിക്കൊണ്ട് പറയുക, ബാത്തില എന്നാണ്. അള്ളാഹു, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്നൊരു തിരിച്ചറിവാണ് അവനെ ഏറ്റുപറയുക. അവന്റെ മുന്നിൽ സുജൂദിൽ വീഴുന്നതിന് അവർക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടാവുകയില്ല. അറിവ് ശരിയായ വിധത്തിൽ ആർജിക്കുമ്പോൾ, ശാസ്ത്രീയമായ പ്രതിഭാസങ്ങളെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളുമ്പോൾ, ആ ശാസ്ത്ര പ്രതിഭാസങ്ങളുടെ പുറകിലെ ശക്തിയായ പ്രപഞ്ച സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് അവന് വിധേയപ്പെട്ട് അവന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യുന്നവരായിട്ട് മാറും മനുഷ്യർ. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ തന്നെ മൗലികമായ താല്പര്യം എന്നതാണ് അള്ളാഹുവിടെ പരോക്ഷമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അവന്റെ ആയാത്തുകളെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുകയോ മനസ്സിലാക്കുകയോ പോലും ചെയ്യാതെ തന്നെ നിങ്ങൾ നിഷേധിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ ആയാത്തുകൾ വളരെ വിസ്മയകരമായിട്ട്, അസംഖ്യം ആയാത്തുകളാണ് നമ്മുടെ മുന്നിൽ അവൻ വിന്യസിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ആ ആയാത്തുകളെ വളരെ നിസ്സാരമായി കാണുകയും അവയുടെ നിഗൂഢതകളെയും ദൈവിക പ്രതിഭാസങ്ങളെയും ഉൾക്കൊള്ളാൻ ശ്രമം നടത്താതെ നിങ്ങൾ അവയെ തള്ളിക്കളയുകയായിരുന്നു എന്നതാണ് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. അത് ചെയ്യുന്നുണ്ടായിരുന്നില്ലെങ്കിൽ അള്ളാഹു ചോദിക്കുന്നത്, അമ്മാദാ കുന്തും തഅമലൂൻ, ആ ഒരു പ്രക്രിയയിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നതാണ്. വളരെ ശ്രദ്ധേയമായ, വളരെ ചിന്ത പതിയേണ്ട വിധത്തിലുള്ള ഒരു ചോദ്യമാണ്. അമ്മാദാ കുന്തും തഅമലൂൻ. അപ്പോ മൗലികമായിട്ട് മനുഷ്യൻ നിർവഹിക്കേണ്ടത്
അള്ളാഹുവിന്റെ ആയാത്തുകൾ, പ്രപഞ്ചത്തിലെയും അള്ളാഹുവിന്റെ വെളിപ്പാടുകളിലെയും ആയാത്തുകളെ മനനം ചെയ്യുക എന്നതാണ്. തദബ്ബുറുൽ ആയാത്താണ്. അള്ളാഹുവിന്റെ ആയാത്തുകളെ തദബ്ബുർ ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും സുപ്രധാനമായ ദൗത്യം എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നില്ലെങ്കിൽ, അത് ചെയ്യാതെ കണ്ട് അവന്റെ ആയാത്തുകളെ നിസ്സാരമായി കണ്ട് തള്ളിക്കളയുകയായിരുന്നോ നിങ്ങൾ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ എന്തായിരുന്നു നിങ്ങൾക്ക് തന്നിട്ടുള്ള ദൈക്ഷണികവും ബുദ്ധിപരവും ഒക്കെയായിട്ടുള്ള നിങ്ങളുടെ കഴിവുകളുടെ പ്രയോജനം? നിങ്ങൾ അത് എങ്ങനെ പ്രയോജനപ്പെടുത്തി? നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിച്ചു? നിങ്ങളുടെ കാഴ്ചയും കേൾവിയും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നുണ്ടായിരുന്നില്ലെങ്കിൽ? പിന്നെ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ആ കഴിവുകൾ വിനിയോഗിക്കുകയുണ്ടായത് എന്നതാണ് ചോദ്യം. വളരെ ആഴത്തിലുള്ള ചിന്ത നമുക്ക് അനിവാര്യമാക്കി തീർക്കുന്ന ഒരു ചോദ്യമാണിത്. ഹത്താ ഇദാ ജാഉ ഖാല അകദ്ദബ്തും ബിആയാതി വലം തുഹീതു ബിഹാ ഇൽമ അം മാദാ കുൻതും തഅമലൂൻ വവഖഅൽ ഖൗലു അലൈഹി. അവരുടെ കാര്യത്തിലുള്ള ദൈവിക കൽപ്പന വന്നു കഴിഞ്ഞു. അവരുടെ കാര്യത്തിലുള്ള എന്ത് നടപടിയാണ് വേണ്ടത് എന്ന ദൈവിക കൽപ്പന സംഭവിച്ചു. കാരണം ബിമാ ളലമു, അവര് അതിക്രമകാരികളായി, അധർമ്മകാരികളായി മാറിയത് കാരണമാണ്. അവരുടെ ളുൽമ് കാരണമായിട്ട്, അവരുടെ അതിക്രമത്തിന്റെയും അധർമ്മത്തിന്റെയും വ്യാപ്തി കാരണമായിട്ട് അവരുടെ മേലുള്ള ദൈവിക നടപടിയുടെ കൽപ്പന, ഉത്തരവ് വന്നു കഴിഞ്ഞു. എങ്ങനെയാണ് വരുന്നത്? ഫഹും ലാ യൻതിഖൂൻ, അവര് ഒന്നും മിണ്ടാൻ കഴിയാത്തവരായിക്കൊണ്ട്, അവര് തീർത്തും നിശബ്ദരായിക്കൊണ്ട്, അവർക്ക് കൂവി വിളിക്കാനോ എതിർപ്പ് രേഖപ്പെടുത്താനോ പ്രതിഷേധം കാണിക്കാനോ ഒന്നും കഴിയാത്ത, നാക്കിട്ടടിക്കാൻ കഴിയാത്ത വിധത്തില് ഫഹും ലാ യൻതിഖൂൻ, നുതുഖ് എന്നൊരു സംഗതി അവർക്ക് സാധിക്കാത്ത വിധത്തിൽ. മനുഷ്യനെ അറബി ഭാഷയില് വിവരിക്കാറുള്ള മറ്റൊരു പ്രയോഗം ഹയവാനുൻ നാത്തിഖുൻ എന്നാണ്. ഹോമോ ലോക്വൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാറുള്ളത്. സംസാര വൈഭവമുള്ള ജീവി, സംസാരിക്കാൻ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പോ മനുഷ്യന്റെ ഈ ഭൗതിക ലോകത്തുള്ള അവസ്ഥ, അവന് എന്തും അവന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ആർട്ടിക്കുലേറ്റ് ചെയ്യാനും കഴിയുന്നവനാണ് എന്നതാണ്. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന, അവരുടെ കാര്യത്തിലുള്ള നടപടി സംബന്ധമായ ഉത്തരവ് വന്നു കഴിയുന്നത് എപ്പോഴായിരിക്കും? അവരുടെ അതിക്രമം കാരണമായിട്ടാണ്, അവർ ചെയ്ത ധിക്കാരം കാരണമായിട്ടാണ്, അവര് പിന്തുടർന്ന അധർമ്മത്തിന്റെ വഴികൾ കാരണമായിട്ടാണ് ആ ദൈവിക ഉത്തരവ് ഉണ്ടാവുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോ ഫഹും ലാ യൻതിഖൂൻ, അവരൊന്നും മിണ്ടാൻ കഴിയാത്തവരായിട്ടുണ്ടാവും. അവർക്ക് ആർട്ടിക്കുലേഷൻ സാധ്യമല്ല. അന്ന് പക്ഷെ അവന്റെ നാവും അവന്റെ ചുണ്ടുകളും അല്ലാത്ത ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കും. അന്തഖനല്ലദി അന്തഖ കുല്ല ശൈ എന്നവർ പറയും ചെയ്യും. എല്ലാറ്റിനും സംസാര വൈഭവം കൊടുത്ത റബ്ബ് ഞങ്ങളെയും സംസാര വൈഭവമുള്ളവരാക്കിയിരിക്കുന്നു എന്ന് അവരോരോരുത്തരുടെയും കൈകാലുകളും ചർമ്മവും ഒക്കെ വിളിച്ചു പറയുന്ന ഒരു സമയമായിരിക്കും അത്. അവർക്കാണെങ്കിലോ സ്വയം പ്രതിരോധിക്കുന്ന വിധത്തിലൊന്നും മിണ്ടാൻ കഴിയില്ല. ഫഹും ലാ യൻതിഖൂൻ, അവർക്ക് സ്വന്തം പ്രതിരോധത്തിന്, ആത്മപ്രതിരോധത്തിന് വേണ്ടി യാതൊന്നും പറയാൻ കഴിയാത്ത, ന്യായവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്ത, തർക്കങ്ങളിൽ ഏർപ്പെടാൻ കഴിയാത്ത വിധത്തില് അവര് നിശബ്ദരായി മാറിയിട്ടുണ്ടാവും. അവര് സംസാര വൈഭവമില്ലാത്ത, നാവ് അനക്കി ഒന്നും ഉച്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിട്ടുണ്ടാവും. അലം യറൗ അന്നാ ജഅൽനൽ ലൈല. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അങ്ങനെ ഒരു നാൾ വരികയാണ്. അവരുടെ കാര്യത്തിലുള്ള ദൈവിക കൽപ്പനയുടെ ഉത്തരവ്, ആ സംഭവം ഉണ്ടാവാൻ പോവുകയാണല്ലോ. അത് വന്നു കഴിഞ്ഞു. ആ വന്നു കഴിയുമ്പോ അത് അവരുടെ ളുൽമ് കാരണം, അവരുടെ അതിക്രമവും ധിക്കാരവും ഒക്കെ കാരണമാണ് ഉണ്ടാവുന്നത്. അന്ന് അവര് ഒന്നും ഉരിയാടാൻ കഴിയാത്തവരായിട്ടാവും ഉണ്ടാവുക. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അലം യറൗ, അവരെന്തേ കാണാൻ പറ്റിയില്ലേ അവർക്ക്?
അന്നാ ജഅൽനൽ ലൈല ലിയസ്കുനൂ ഫീഹി, അവർക്ക് ശാന്തി അടയുന്നതിന് വേണ്ടി രാവിനെ നാം ഒരുക്കിയിരുന്നു എന്ന കാര്യം. വന്നഹാറ മുബ്സിറ, പകലിനെ പ്രഭയുള്ള വെളിച്ചമുള്ളതാക്കി നാം സംവിധാനിച്ചിരുന്നു എന്ന കാര്യവും അവർക്ക് കാണാൻ പറ്റിയില്ലേ? ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവയിൽ കൃത്യമായ വ്യക്തമായ ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം അവർക്ക് അറിയാൻ പറ്റിയില്ലേ എന്നാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. രാവും പകലും, രാവ് സംവിധാനിക്കപ്പെട്ട ആവശ്യത്തിന് വേണ്ടിയല്ല പകലിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. പകലിനെ സംവിധാനിച്ച ആവശ്യത്തിന് വേണ്ടിയല്ല രാവിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ വ്യത്യസ്തങ്ങളായ സെൻസസ്, 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ മനുഷ്യൻ. ഈ 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തനക്ഷമമായവർക്ക് ഏറ്റവും കീനായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന, നിത്യവും അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന പ്രതിഭാസമാണ് രാവും പകലും. എങ്ങനെയാണ് രാവും പകലും സംഭവിക്കുന്നത്? അതിത്രയും ഗംഭീരമായിട്ട് ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നത് ആരാണ്? അതിന്റെ പുറകിലുള്ള ശക്തി ഏതാണ്? അത് ഏകനായ എല്ലാറ്റിനെയും സമഗ്രമായി ആസൂത്രണം ചെയ്ത ഒരു റബ്ബ് അനിവാര്യമായി ആക്കുന്നുണ്ടോ? ഇല്ലേ? ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവം തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നോ എന്ന ഒരു ആലോചന മനുഷ്യന് കൃത്യമായിട്ടും ഇത് കാരണമായിട്ടുണ്ടാകും. 5 ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ നിത്യമായ അനുഭവമാണല്ലോ. എന്നാൽ എന്തെങ്കിലും ന്യൂനതകളുള്ള, വൈകല്യങ്ങളുള്ള ആളുകൾ, കാഴ്ചയില്ലാത്തവരോ കേൾവിയില്ലാത്തവരോ സംസാരിക്കാൻ കഴിയാത്തവരോ ഒക്കെ ആണെങ്കിൽ പോലും രാവിന്റെയും പകലിന്റെയും മാറ്റം അവർ അറിയുന്നുണ്ട്. അവർക്ക് പല നിലക്കും അത് ഉൾക്കൊള്ളാനും അറിയാനും സാധിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിൽ പലതും പ്രവർത്തനരഹിതമായ ആളുകൾക്ക് പോലും നിത്യേന അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് രാവും പകലും മാറിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഇത്ര കൃത്യമായിട്ട് ഇതിനെ ഈ വിധത്തില് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്? ഇങ്ങനെ ഇതിനെ ആസൂത്രണം ചെയ്തത് ആരാണ്? അത് അള്ളാഹു അതിന്റെ ലക്ഷ്യങ്ങളും ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പകലിനെ, രാവിനെ അവൻ സംവിധാനിച്ചിരിക്കുന്നത് ലിയസ്കുനൂ ഫീഹി, അവർക്ക് അതിൽ സക്കീനത്ത് തേടുന്നതിന് വേണ്ടിയാണ്. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ മനഃശാന്തി, സമാധാനം, അല്ലെങ്കിൽ ശാന്തത, വിശ്രമം, ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള സൂചന. അവരുടെ ഇണചേരലിനെ പരാമർശിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആനിൽ ഈ പദം ഒരിടത്ത് ഉപയോഗിക്കുന്നുണ്ട്. ലി തസ്കുനു ഫീഹ, ഇലൈഹ എന്ന് പറയുന്ന പേര്. അവർക്ക് ശാന്തി അണയുന്ന, അവളിലേക്ക് ശാന്തി തേടി അണയുന്നതിന് വേണ്ടി എന്ന ഒരു പ്രയോഗം. ഭാര്യാഭർത്താക്കന്മാര് അവരുടെ ഇണചേരലില് കണ്ടെത്തുന്ന ആനന്ദവും മനഃശാന്തിയും ഒക്കെയാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത്. അപ്പൊ രാവിനെ അവൻ സക്കീനത്ത് തരുന്ന, ശാന്തത തരുന്ന ഒരു സംഗതിയായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതുപോലെ പകലിനെ പ്രഭയുള്ളതായിട്ട്, മുബസ്സിറായിട്ട്, എല്ലാറ്റിനെയും നല്ല പ്രഭയിൽ വെളിച്ചത്തിൽ കാണാൻ കഴിയുന്ന, എല്ലാറ്റിനെയും ദൃഷ്ടിഗോചരമാക്കുന്ന ഒരവസ്ഥയിൽ, വെളിച്ചം ഉള്ള പ്രഭാപൂരിതമായ ഒരവസ്ഥയിലും സംവിധാനിച്ചിട്ടുണ്ട്. ഈ വിധത്തില് രാവിനെയും പകലിനെയും സംവിധാനിച്ചത് നിങ്ങളാണോ? ഇത് അനുഭവിക്കുന്ന, ദിനേന അനുഭവിക്കുന്ന നിങ്ങളാണോ ചെയ്തിട്ടുള്ളത്? അതല്ല നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ഈ ആരാധ്യന്മാരുണ്ടല്ലോ, ആലിഹത്തുകൾ ഉണ്ടല്ലോ, അവരാണോ ഇത് ചെയ്യുന്നത്? നിങ്ങളുടെ ആലിഹത്തുകളുടെ ചരിത്രം നിങ്ങൾക്കറിയാം. ആ ആലിഹത്തുകൾ ഉണ്ടാകുന്നതിന് പോലും മുമ്പ് രാവും പകലും ഇവിടെ പ്രവർത്തനക്ഷമമാണ് എന്നതും നിങ്ങൾക്കറിയാം. അപ്പൊ ഇത് രാവിനെയും പകലിനെയും സംവിധാനിച്ച് നിങ്ങളല്ല, നിങ്ങളുടെ ആരാധ്യന്മാരുമല്ല. എങ്കിൽ പിന്നെ അത് താനെ ഉണ്ടായതാണോ? താനെ ഉണ്ടായത് ഇത്രയും ഗംഭീരമായ ഒരു സംവിധാനം നിങ്ങൾക്ക് വേറെ വല്ലതും കാണിക്കാൻ കഴിയോ? താനെ ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വല്ലതും താനെ ഉണ്ടായതായിട്ട് ഇങ്ങനെയുള്ള ഗംഭീരമായ സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി അത് ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയതാണ് എന്ന് തന്നെ വെക്കുക. സാധിക്കുമോ? ഒരുപാട് താല്പര്യങ്ങളുടെ
കാരണമായി പല ഭാഗങ്ങളിലേക്കും പിടിവലി നടത്തുന്ന വിവിധങ്ങളായ ദൈവിക ശക്തികൾ ചേർന്നിട്ട് രാവും പകലും ഉണ്ടാക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും അവരുടെ താല്പര്യങ്ങളുമായിട്ട് പോകുന്ന വിധത്തിലായിരിക്കില്ല അവയുടെ പ്രവർത്തനം. അപ്പൊ അവ തമ്മിലുള്ള വലിയ സംഘർഷമല്ലേ ഉണ്ടാവുക. ഈ രാവും പകലും മാറി വരുന്നതില് ഈ ഗോളങ്ങളുടെ ചലനങ്ങളും പ്രപഞ്ചത്തിലെ ഒട്ടേറെ പ്രതിഭാസങ്ങളും ഒക്കെ കൈകോർത്തുകൊണ്ട് വളരെ ഹാർമോണിയസ് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദൈവങ്ങൾ ഓരോന്നോരോന്നായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ അവയ്ക്കിടയിലുള്ള വടംവലിയും അവയ്ക്കിടയിലുള്ള തർക്കങ്ങളും കാരണമായിട്ട് ഇതൊന്നും പ്രവർത്തനക്ഷമമാവുകയില്ല. അതിന് എത്രയോ ഉദാഹരണങ്ങളും തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ എല്ലാറ്റിനെയും സമഗ്രമായി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു പ്രപഞ്ചനാഥൻ എന്നൊരു സംഗതി അനിവാര്യമാണ് എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്ന രണ്ട് പ്രതിഭാസങ്ങൾ. രാവിനെ നിങ്ങൾക്ക് ശാന്തി തേടാനുള്ളതും പകലിനെ എല്ലാറ്റിനെയും പ്രഭാപൂരിതമാക്കുന്ന വിധത്തിലുമായി അവൻ സംവിധാനിച്ചിരിക്കുന്നു. ഈ കാര്യത്തില് വിശ്വാസം ഉൾക്കൊള്ളാനുള്ള മാനസിക സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗംഭീരമായ ആയാത്തുകൾ അടങ്ങിയിട്ടുണ്ട്. ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വസിക്കാൻ കൂട്ടാക്കുന്ന ജനതയെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ യുക്തിരഹിതമായ ഒരു ബ്ലൈൻഡായ അന്ധമായ ഒരു അർത്ഥിക്കലല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല തന്നെ. ഇസ്ലാം ആവശ്യപ്പെടുന്നത് യുക്തിയുടെയും ബുദ്ധിയുടെയും ദൈക്ഷണികതയുടെയും അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ്, ബോധ്യപ്പെടലാണ്. അങ്ങനെ ബോധ്യപ്പെടാൻ സന്നദ്ധതയുള്ള ആളുകളുണ്ട്, സന്നദ്ധത ഇല്ലാത്ത, കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തന്നെ കഴിയാത്ത, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മനനം ചെയ്യാൻ തന്നെ സന്നദ്ധരല്ലാത്ത ആളുകളുമുണ്ട്. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത് കാര്യങ്ങളെ അതിന്റെ ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മനനം ചെയ്യാൻ സന്നദ്ധതയുള്ള, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഈമാൻ ഉണ്ടാക്കിയെടുക്കാൻ സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രാവും പകലും അതിഗംഭീരങ്ങളായ ദൈവിക ദൃഷ്ടാന്തങ്ങളാണ്. ഏകനായ പ്രപഞ്ച സ്രഷ്ടാവിനെ അനിവാര്യമാക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്നത് കാണാൻ സാധിക്കും. ഇത് അവർക്ക് കാണാൻ പറ്റിയില്ലേ എന്നാണ് അള്ളാഹു അവരോടായിട്ട് ചോദിക്കുന്നത്. അവലം യറൗ, അവർക്ക് കാണാൻ സാധിച്ചില്ലേ? എന്നാ ജഅൽന ലൈല, രാവിനെ നാം അവർക്ക് ശാന്തത നൽകുന്ന ഒരു പ്രതിഭാസമായി സംവിധാനിച്ചിരിക്കുന്നു എന്നതും പകലിനെ പ്രഭചരിയുന്ന അല്ലെങ്കിൽ ദൃഷ്ടിഗോചരമായ വെളിച്ചം നൽകുന്ന ഒരു പ്രതിഭാസമായിട്ടും നാം സംവിധാനിച്ചിരിക്കുന്നു എന്നതും അവർക്ക് കാണാൻ പറ്റിയില്ലേ എന്നതാണ്. അവർക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നില്ലേ എന്നതാണ് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചിന്മയ പോസ്റ്റ് ചെയ്ത് കണ്ടെത്തുന്നു. ഞാൻ വളരെ പെട്ടെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു പോകാം. ഒന്ന്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ അതിരില്ലാത്ത ശക്തിയുള്ള അള്ളാഹു അതൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ള കൽപ്പനകളും ദൈവിക നിർദ്ദേശങ്ങളും വചനങ്ങളും ഇറക്കുന്നതിൽ അസ്വാഭാവികതയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇദ്ദേഹം ചോദിക്കുന്നത് ഇതിൽ അസ്വാഭാവികതയില്ല എന്നാണ്. എനിക്കതിൽ അസ്വാഭാവികതയൊന്നും കാണാൻ പറ്റുന്നില്ല. എന്താണ് ജീവിതം എന്നത് അള്ളാഹു വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നതാണ്. നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് ആരാണ് എന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ദൈവത്തിന് ഈ വിധത്തില് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. അത് മനസ്സിലാക്കാത്ത നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇതില് അസ്വാഭാവികത അനുഭവപ്പെട്ടു എന്ന് വരും. അത് നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, അതിന്റെ ആഖിബത്ത് എന്താണ് ആവേണ്ടത് എന്നത് ആലോചിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത് ഞാനല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്കും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കണ്ണുകളും കാതുകളും ചെവിയും അതുപോലെ ഹൃദയവും ഒക്കെ അള്ളാഹു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സത്യം കണ്ടെത്താൻ ശ്രമിക്കാം. പിന്നെ ഒരു ഇസ്ലാം ഏറ്റവും പരിശുദ്ധവും വ്യക്തവുമായ രൂപത്തിൽ പഠിക്കാൻ മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് വെബ്സൈറ്റുകൾ ചിലര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സലാം എന്ന പേരുള്ള ഒരാളാണ്. ഒന്ന് ഇൽമു സലഫ് എന്നുള്ളതാണ്, മറ്റൊന്ന് ഖുർആൻ വിവരണം എന്നുള്ളതാണ്. ഇത് പ്രയോജനകരമാണോ എന്നത് ആവശ്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. മറ്റൊന്ന് ചിന്മയ ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം,
മുഹമ്മദ് നബിയുടെ കാലത്ത് പോലും ജനങ്ങൾ അള്ളാഹുവിൽ ദൃഢബോധ്യമില്ലാത്ത നിഷേധികളായി മാറിയതും അവരെ ശിക്ഷയുടെ കാര്യവും ഒരു ഭീകര ജന്തുവിന്റെ വരവിനെ പറ്റിയും അള്ളാഹുവിന് പറയേണ്ടി വരികയും ചെയ്തതിൽ നിന്ന് കിട്ടുന്ന സൂചന അവ്യക്തമായ ഭയം പടർത്തി സമ്മർദ്ദം ചെലുത്തുന്നു എന്നല്ലേ എന്നാണ്. ഭയം പടർത്തുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. പ്രതിഫലം ഓഫർ ചെയ്യുക എന്നുള്ളതും റിവാർഡ് ഓഫർ ചെയ്യുക എന്നുള്ളതും പണിഷ്മെന്റ് നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സ്കെയർ ചെയ്യുക എന്നുള്ളതും മനുഷ്യന്റെ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഫലപ്രദമായ കാര്യമാണ്. അതില്ലാത്ത ലോകത്ത് ഒരു സംഗതിയും ആരും ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുന്നുള്ള, കൂലി കിട്ടുന്നുള്ളത് കൊണ്ടല്ലേ പണിക്ക് ഒരാൾ വരുന്നത്. ശിക്ഷ കിട്ടും എന്ന പേടി കൊണ്ടും കൂടിയല്ലേ ട്രാഫിക് നിയമങ്ങൾ ആളുകൾ ലംഘിക്കാതിരിക്കുന്നത്. ഇത് മനുഷ്യന്റെ മനഃശാസ്ത്രം അറിയുന്ന എല്ലാവരും പിന്തുടരുന്ന ഒരു കാര്യമാണ്. ഏറ്റവും നന്നായി മനുഷ്യ മനഃശാസ്ത്രം അറിയുന്നത് അവനെ സൃഷ്ടിച്ച റബ്ബിന് തന്നെയാണ്. അതുകൊണ്ട് ഈ പേടിപ്പിക്കല് അതിന്റെ ഭാഗമായിരിക്കും. പക്ഷെ പേടിപ്പിക്കുന്ന അടിസ്ഥാനരഹിതമായ കാര്യം പറഞ്ഞുകൊണ്ടല്ല. അപ്പോഴാണ് അത് പ്രശ്നമാവുന്നത്. റിവാർഡ് തരും, നിങ്ങൾക്ക് വൈകുന്നേരം ആയാൽ ഞാൻ കൂലി തരും എന്ന് ഞാൻ വെറുതെ പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെങ്കിൽ നാളെ മറ്റന്നാൾ നിങ്ങൾ എന്നെ വളഞ്ഞിട്ട് തല്ലൂലേ? അതേ സമയത്ത് കൂലി തരികയാണെങ്കിൽ നിങ്ങൾ നാളെയും മറ്റന്നാളും ഒക്കെ പണിക്ക് വരൂലേ? അതാണ് ആ വ്യത്യാസം. അള്ളാഹു നൽകുന്ന വാഗ്ദാനങ്ങൾ അവൻ പൂർത്തീകരിക്കും. മനുഷ്യന് നൽകുന്ന വാഗ്ദാനങ്ങൾ പലപ്പോഴും ചതി ചെയ്തും അല്ലെങ്കിൽ വഞ്ചന ചെയ്തും ഒക്കെ ചിലപ്പോ അത് പൂർത്തീകരിക്കാതെ ഇരുന്നു എന്നും വരും. അതുകൊണ്ട് ഭയം ഉണ്ടാക്കുക എന്നത് ഒരു മോശമായൊരു സംഗതിയല്ല. ഈ പറയുന്ന ചിന്മയെയും കുട്ടികളോട് അല്ലെങ്കിൽ ഭാര്യയോട്, വീട്ടിലെ മറ്റു പലരോട്, നാട്ടുകാരോടൊക്കെ ഇങ്ങനെയുള്ള സംഗതികളിൽ ഏർപ്പെടുന്നുണ്ടാവും. റിവാർഡ് തരാം, പ്രതിഫലം തരാം, കൂലി തരാം എന്ന് പറഞ്ഞിട്ട് സേവനം വാങ്ങുന്നുണ്ടാവും. അല്ലെങ്കിൽ മര്യാദക്ക് ഇവിടെ എത്തിച്ചോളണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം കാണാം എന്നൊക്കെ പറയുന്നുണ്ടാവും. അത് നിങ്ങളും അനുവർത്തിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ മനഃശാസ്ത്രം ഏറ്റവും നന്നായി അറിയുന്ന റബ്ബ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യം. മുഹമ്മദ് നബിയുടെ കാലത്ത് പോലും ജനങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അള്ളാഹുവിൽ ദൃഢബോധ്യമില്ലാത്ത നിഷേധികളായി മാറി എന്നാണ് ഇവിടെ പറയുന്നത്. മുഹമ്മദ് നബിയുടെ കാലം മുതലല്ല, ആദ്യത്തെ മനുഷ്യൻ മുതൽ തന്നെ മനുഷ്യൻ അങ്ങനെ സാധ്യത അള്ളാഹ് വെച്ചിട്ടുണ്ട്. അതാണല്ലോ മലക്കുകൾ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞത്, ഭൂമിയിൽ കലാപം ഉണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ സൃഷ്ടിക്കാൻ പോകുന്നത്. മനുഷ്യന്റെ പ്രകൃതം അതാണ്. മനുഷ്യന് നൽകപ്പെടാൻ പോകുന്നത് സ്വാതന്ത്ര്യമുള്ള പ്രകൃതമാണ്. ആ പ്രകൃതം നൽകപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലര് നന്നാവും, ചിലര് വിടക്കാവും, ചിലര് അനുസരിക്കുന്നവരാകും, ചിലര് ധിക്കരിക്കുന്നവരാകും. അത് മനുഷ്യ പ്രകൃതത്തിന്റെ ഭാഗമാണ്. അത് മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായതല്ല. അതിന്റെ മുമ്പ് തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടത്തിൽ തന്നെ മനുഷ്യൻ നൽകപ്പെട്ടിട്ടുള്ള പ്രകൃതമാണിത്. അപ്പോ ചിന്മയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീണ്ടും വീണ്ടും അർത്ഥരഹിതമായ കുറെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജീവിതം പാഴാക്കരുത്. സത്യം അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയുള്ള ജനുവിനായ ശ്രമം നടത്തുക. ഹക്ക് ഉൾക്കൊണ്ടാല്, ഹക്ക് മനസ്സിലായാല് അത് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത കാണിക്കുക. അങ്ങനെ ആയാല് നിങ്ങൾക്ക് ഈ അന്വേഷണവും ഈ വിധത്തിൽ സമയം ചെലവഴിക്കുന്നതും ഒക്കെ പ്രയോജനകരമായി എന്ന് വരും. അള്ളാഹു നിങ്ങൾക്ക് മാർഗദർശനം നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.